സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ, വന്യജീവി മന്ത്രി ശ്രീ എ.കെ. ശശീന്ദ്രൻ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള വന ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങേക്ക് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. സർ, മറ്റേ ബില്ലും കൂടി അവതരിപ്പിച്ചിട്ട് രണ്ടും ഒരുമിച്ചെടുക്കാൻ പറ്റുമോ? യെസ്, രണ്ടും ഒരുമിച്ചെടുക്കാൻ ചെയർ സമ്മതിക്കുമെങ്കിൽ രണ്ടും ഒരുമിച്ചാണ്. അങ്ങനെയാണ് 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാനിവിടെ അവതരിപ്പിക്കുന്നു. പിന്താങ്ങേണ്ടതാണ്. യെസ്, അങ്ങേക്ക് സംസാരിക്കാം. രണ്ടും കൂടെ ചേർത്താണ് സംസാരിക്കുന്നത്. അതെ സാർ, ഇത് ഇങ്ങനെയൊരു ബില്ല് ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഈ സഭയിൽ പ്രതിപക്ഷ MLA-മാരുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. സർ, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിയമനിർമ്മാണ സഭയിലേക്കാണ്. ആ സഭയിൽ നിയമനിർമ്മാണവുമായി സഹകരിക്കുക എന്നത് ജനങ്ങളോട് നമ്മൾ നൽകിയ വാഗ്ദാനങ്ങളിൽ സുപ്രധാനമാണ്. പക്ഷേ ആ വാഗ്ദാനത്തെ പാടെ മറന്നുകൊണ്ട് തുടർച്ചയായി നിയമനിർമ്മാണ പ്രക്രിയയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് പാർലമെൻ്ററി ഡെമോക്രസിയോടുള്ള അവഹേളനവും വെല്ലുവിളിയാണ് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തട്ടെ. ദയവായി സാമാജികന്മാർ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നതുകൊണ്ടാണ് പറഞ്ഞത്. കേരളത്തിലെ ജനസംഖ്യയിൽ 1/3 ഭാഗം വരുന്ന ജനങ്ങളെ, പ്രത്യേകിച്ചും മറ്റ് പ്രദേശങ്ങളിലെ ജനങ്ങളെ പൊതുവേയും ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ വനവുമായി ചേർന്നിന്ന് നിലനിൽക്കുന്നുണ്ട്. അവർക്ക് പരിഹാരം കാണുന്നതിന് തടസ്സമായി നിൽക്കുന്നത് 1972 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമമാണ്. ആ നിയമത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചും അന്നത്തെ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ജനത പല രൂപത്തിൽ പ്രക്ഷോഭ സമരങ്ങളായാലും MLA-മാർ നിയമസഭയിലായാലും നിയമസഭയൊട്ടാകെയും ആവശ്യപ്പെടുകയും ഒന്നിലേറെ തവണ നേരിട്ട് കേന്ദ്രമന്ത്രിമാരെ കണ്ട് ഈ ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ദൗർഭാഗ്യവശാൽ ഞങ്ങൾ നടത്തിയ ആ ശ്രമങ്ങളെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ബോധ്യമായ പശ്ചാത്തലത്തിലാണ് ഇത് കേന്ദ്ര നിയമമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിയമം ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത്. അതിന് അവതരണ ഘട്ടത്തിൽ നല്ല പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. ആ പിന്തുണ ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. സർ, നമുക്ക് വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം. നമുക്ക് ഒരു ഘട്ടമുണ്ടാകുമ്പോൾ, ഒരു ആവശ്യം വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ നിയമനിർമ്മാണമായി മുന്നോട്ട് വന്നത്. മറ്റൊരു കാര്യമില്ല, നമുക്കറിയാം പരിമിതിയുണ്ട്. അതുകൊണ്ട് നിബന്ധനകളിൽ ഇളവ് വരുത്താനുള്ള അവകാശം അതാത് കാലത്ത് സംസ്ഥാന ഗവൺമെൻറ്റുകളിലേക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ബില്ലിൻ്റെ സ്പിരിറ്റ്. ആ സ്പിരിറ്റിനോട് എല്ലാവരും യോജിച്ചതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം മുഴുവൻ നടത്തുന്നത്. അതുപോലെ തന്നെ 1961 പാസ്സാക്കിയ കേരള വന നിയമമാണ് ഇവിടെ ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. ആ വനനിയമത്തിൻ്റെ ഭാഗമായി ഈ ചന്ദനമരം മുറിക്കുക തുടങ്ങിയ
കാര്യങ്ങളിൽ വലിയ പ്രതിബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം പ്രതിബന്ധങ്ങൾ നീക്കി കർഷകന് സ്വന്തം പുരയിടത്തിൽ സ്വമേധയാ വെച്ച് വളർത്തുകയോ നട്ടുവളർത്തുകയോ സ്വമേധയാ വളരുകയോ വെച്ച് പിടിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ചന്ദനമരങ്ങൾ മുറിക്കാനും വിൽക്കാനുമുള്ള പൗരൻ്റെ അവകാശം സംരക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ ബില്ലിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഇത് രണ്ടും കേരളത്തിലെ കർഷക സമൂഹത്തിന് ആവേശം നൽകുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളം ഈ ബില്ല് പാസ്സാക്കുന്നതിന് കാതോർക്കുകയാണ്. അവരുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാനും പ്രതിബദ്ധതയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഗവൺമെൻറ്റിൻ്റെ എളിയ ശ്രമമാണ് ഈ ബില്ല്. അതുകൊണ്ട് ഈ രണ്ട് ബില്ലുകളും പാസ്സാക്കി തരണം എന്ന് ഞാൻ സഭയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. രണ്ട് ബില്ലുകളുടെയും ചർച്ച ഒന്നിച്ച് നടത്താവുന്നതാണ്. ഈ 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണ കേരള ഭേദഗതി ബിൽ എന്നിവ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾക്ക് വിരോധനക്കുറിപ്പ് നൽകിയിട്ടുള്ള അംഗങ്ങൾ ആരും തന്നെ സീറ്റിലില്ല. ശ്രീ PT റഹീമിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വലിയ തർക്ക വിഷയങ്ങൾ, മാൻ ആൻഡ് ആനിമൽ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ വലിയ രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയും പ്രക്ഷോഭം നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു നിയമനിർമ്മാണം വന്നിട്ടുള്ളത്. മലയോര ജനതയ്ക്കും സംസ്ഥാനത്തെ കർഷകർക്കും ആശ്വാസമാകുന്ന സർക്കാരിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബില്ലിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധി വളരെ തുച്ഛമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജനങ്ങൾ നേരിടുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്കുള്ള ശാശ്വത പരിഹാരത്തിനായി നിലവിലുള്ള കേന്ദ്ര നിയമത്തിലെ അപ്രായോഗിക വ്യവസ്ഥകൾ കാണിച്ച് നിരവധി തവണ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരിട്ടും അല്ലാതെയും നിവേദനം മുഖേനയും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല, സംസ്ഥാന നിയമസഭ തന്നെ ഈ കേന്ദ്ര നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കാട്ടുപന്നി ശല്യം നമുക്കറിയാം. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിൽ കാടുമായിട്ട് ഒരുപാട് വിദൂരത്താണ് നിൽക്കുന്നത്. പക്ഷേ അവിടെ പോലും ഈ പന്നികൾ വന്നിട്ട് കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണുള്ള. ഒരു കൃഷിയും തന്നെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. വാഴ ഉൾപ്പെടെ എല്ലാം തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു കാര്യത്തിൽ വളരെ നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും നിഷേധാത്മകമായ നിലപാടുണ്ടാകുകയും നിയമം ഭേദഗതി ചെയ്യാൻ അവർ യാതൊരു കാരണവശാലും തയ്യാറാകുകയില്ല എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരികാൻ തീരുമാനിക്കുകയുണ്ടായത്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധികാരമുണ്ട് എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നിയമത്തിലെ വ്യവസ്ഥകൾ വായിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ UDFൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു മൃഗത്തിനെ വെടിവെച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല. മാത്രവുമല്ല, പഴയ UDFൻ്റെ ഫോറസ്റ്റ് വന്യവകുപ്പ് മന്ത്രി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, വേലി കെട്ടിയിട്ട് കാര്യമല്ല, കാരണം വേലി ആന പൊളിക്കുന്നു. ട്രെഞ്ച് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കാരണം ആന അതിൽ മണ്ണിട്ടിട്ട് അപ്പുറം കിടക്കുന്നു. മതിൽ കെട്ടിയാൽ ആന അത് തകർക്കുന്നു. പിന്നെയുള്ള ഒറ്റ കാര്യം വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുക എന്നുള്ളത് വലിയ അപകടകരമായ ഒരു സാഹചര്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊക്കെ ആനയുടേതാണ്. പക്ഷേ ഈ പന്നി പോലെയുള്ള വന്യമൃഗങ്ങളെ തടയുന്നതിന് ഇതൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ്. അവർ കൃഷിയിടങ്ങളിലേക്ക് കയറി വിളയാടുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കേന്ദ്ര സർക്കാർ പോലും സമ്മതിച്ച ഒരു വിഷയമാണ്. ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇവിടെ തന്നെ ഇതിനൊക്കെയുള്ള ആ നിയമമുണ്ട്, നമുക്കിതൊക്കെ ചെയ്യാം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് മൃഗങ്ങളെ വെടിവെക്കാൻ എന്നാണ് ഇപ്പോഴും ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ ഫോറസ്റ്റ് മന്ത്രി തന്നെ ഈ കാര്യം പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നിയമം ശരിക്കും വായിച്ചു നോക്കുക. അതുകൊണ്ട് അതിൻ്റെ SOP ഉൾപ്പെടെ എല്ലാം വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കേന്ദ്ര നിയമത്തിൽ നമുക്കതിന് ആവശ്യമായ അധികാരം ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഈ വാദമൊക്കെ ഉന്നയിക്കുന്ന ആളുകൾ നിയമത്തിൻ്റെ 11ൻ്റെ ആദ്യ ഖണ്ഡിക മാത്രം വായിച്ചിരിക്കാനാണ് സാധ്യത. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വായിക്കാത്തത് കൊണ്ടാണ്
അവരിത്തരം ഒരു പ്രചരണം നടത്തുകയും സമരം നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് ഇതുപോലെ ഒരു നിയമനിർമ്മാണവുമായി ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. പ്രൊവൈസോകളിലും വിശദീകരണത്തിലും പറഞ്ഞ പ്രകാരം അപകടകാരികളായ വന്യമൃഗങ്ങളെ പിടികൂടുകയോ മയക്കുപൊടി വെക്കുകയോ മറ്റ് സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യണം. അവയെ തടവിൽ വെക്കാനോ കൂട്ടിലടക്കാനോ പാടില്ല. മറ്റു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ തന്നെ അതിന് യാതൊരു പരിക്കും പറ്റാതെ നോക്കണം. വ്യവസ്ഥകൾ വീണ്ടും കർശനമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. സർ, ഒരു ആനയെ നമ്മൾ പിടിച്ചാൽ ആ ആനയെ നമ്മൾ ലോറിയിൽ കയറ്റിയിട്ട് ദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ കാടിന് അതിർത്തി എന്ന് പറയുന്നതില്ല, അവർ പിന്നെയും ഈ പ്രദേശത്തേക്ക് തന്നെ വരും. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും കാട്ടിനുള്ളിൽ പരിമിതമല്ല. അത് കാരണം രണ്ട് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലൊക്കെ ഫോറസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ നിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് സർ, ചിലർ പറയുന്ന പോലെ ആക്രമകാരികളായ വന്യമൃഗങ്ങളെ ഉടനടി കൊല്ലാൻ അധികാരമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFൻ്റെ കാലത്ത് അങ്ങനെ ഒന്ന് കൊന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. സാറേ, അതിനോടനുബന്ധിച്ചാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമം നമ്മൾ പാസ്സാക്കിയാലും കേന്ദ്രത്തിൻ്റെ അംഗീകാരം വേണ്ടതുണ്ട്. എങ്കിലും നമ്മളൊരു ശ്രമം നടത്തുകയാണ് ഇക്കാര്യത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട 3 വ്യവസ്ഥകളാണ് സാർ ഈ ബില്ലിൽ ചേർത്തിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഒരു വന്യമൃഗം മനുഷ്യന് അപകടകാരി ആകുന്നത് എന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു. കേന്ദ്ര നിയമത്തിൽ അങ്ങനെ ഒരു വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയിട്ടില്ല. വളരെ രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് നിലവിൽ 1972 അന്നത്തെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വളരെ കർക്കശമായ വ്യവസ്ഥകളോടുകൂടിയ വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ടും ഞാനൊരു പ്രമേയം ഈ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു മുമ്പ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഔദ്യോഗികമായി ഒരു പ്രമേയം കേന്ദ്രത്തോട് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അറുതി വരുത്താൻ ഉപകരിക്കത്തക്ക നിലയിൽ ആക്രമണകാരികളായ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് എത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനടക്കമുള്ള നടപടികൾ സുതാര്യമാക്കുകയും വേഗത്തിലാക്കുകയും വേണമെന്നുള്ള വ്യവസ്ഥ ഉൾക്കൊള്ളിച്ച് നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് പലതവണ ആവശ്യപ്പെടുകയും കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ സംസ്ഥാനത്തൊന്നും ആവശ്യമുന്നയിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറ് അത് നിഷ്കരണം തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇപ്രകാരം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ജനോന്മുഖമായ ഒരു പരിഷ്കാരം, ഒരു ഭേദഗതി കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു, ഈ നിയമസഭ തന്നെ ഇത് സംബന്ധിച്ച് പ്രമേയം ഏകകണ്ഠേന പാസ്സാക്കിയിട്ടുള്ളതാണ്. പ്രതിപക്ഷം ഇവിടെ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർ കൂടി ആവശ്യപ്പെടുന്ന ഒരു നിയമമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ സാറേ, പൊതുജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലത്തേക്ക് ഏതെങ്കിലും വന്യമൃഗം ഒരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചാൽ ഉടൻ തന്നെ ആ വന്യമൃഗത്തെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പട്ടിക 2 വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാൽ ജനന നിയന്ത്രണം, മറ്റ് സ്ഥലങ്ങളിലേക്ക് നാടുകടത്തൽ എന്നിവയ്ക്ക് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പട്ടിക 2 ഏതു വന്യമൃഗത്തെയും അവയുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു എന്ന് കണ്ടാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥ ബില്ലിലുണ്ട്. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ ആ മൃഗത്തെ ആർക്കും ഏതു വിധത്തിലും കൊല്ലാനും അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നതിന് തടസ്സമില്ല. നാടൻ കുരങ്ങുകളെ പട്ടിക 1 നിന്ന് പട്ടിക 2 മാറ്റാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഇങ്ങനെ മാറ്റിയാൽ അവയോ വേണ്ടി വന്നാൽ ജനന നിയന്ത്രണത്തിന് വിധേയമാക്കാനോ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനോ സാധിക്കുന്നതാണ്. സാറ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പന്നിയെ കൊന്നാൽ അത് മണ്ണെണ്ണ ഒഴിക്കുന്നോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കണ്ട എന്ന് നിയമത്തിൻ്റെ പരിധിയിലല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്കൊരു ആശയം നേരത്തെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ് അതുകൊണ്ട് വ്യക്തമാക്കുന്നത്. ചില ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ നിയമം അവതരിപ്പിക്കാൻ ഇത്രയും താമസം നേരിട്ടത് എന്നുള്ളത്. ഈ ബില്ല് ബഹുമാനപ്പെട്ട നമുക്ക് വേണ്ടത്ര അധികാരമില്ലെങ്കിൽ നമ്മളൊരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് ഈ ഒരു ബില്ല് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള വലിയൊരു പ്രമേയത്തിൻ്റെ
കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നിയമനിർമ്മാണം ഇവിടെ നടത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പല ഫോറസ്റ്റ് കേസുകളിലും ഒരു മരം മുറിച്ചാൽ ഒക്കെ വലിയ തടവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഉണ്ടാവാറ്. അതൊന്നും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കേരള വനഭേദഗതി നിയമം നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ ഭൂവുടമകൾക്ക് അവരുടെ ഭൂമിയിലുള്ള ചന്ദനം മുറിച്ച് വിൽപ്പന നടത്താൻ അധികാരമില്ല. നേരത്തെ തേക്കും വീട്ടിയും ഒന്നും മുറിക്കാൻ സാധിക്കില്ലായിരുന്നു. പിന്നീട് ചന്ദനം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനും ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ ഉണങ്ങിയതും അപകടകരവുമായ ചന്ദന മരങ്ങളും സ്വന്തം ആവശ്യത്തിന് വീട് വെക്കുന്ന സ്ഥലത്തുള്ള മരങ്ങളും മാത്രം മുറിക്കാനാണ് ഇപ്പോൾ അനുമതി ഈ നിയമത്തിൽ നമുക്ക് കൊടുക്കുന്നത്. അതുതന്നെ ഒരു സമിതി പരിശോധിച്ച് ശുപാർശ ചെയ്താൽ മാത്രമാണ് അനുവാദം നൽകാം എന്നാണ് സാർ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി റോഡൊക്കെ ഉണ്ടാക്കുന്ന അവസരത്തിൽ ആളുകൾ വിട്ടുതരുന്ന സ്ഥലത്താണെങ്കിലും സർക്കാരിൻ്റെ സ്ഥലത്താണെങ്കിലും ചെറിയ ചെറിയ മരങ്ങൾ പോലും മുറിക്കാൻ ഫോറസ്റ്റുകാർക്ക് കൊടുത്താലൊക്കെ വലിയ പ്രയാസങ്ങൾ താമസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ കാര്യത്തിൽ കൂടി ഏതെങ്കിലും ഒരു വ്യവസ്ഥകൾ കൊണ്ടുവരണം എന്നാണ് എനിക്ക്. സാർ, ഇപ്പോൾ ഇവിടെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് എന്നാണ് ഈ വകുപ്പിനുള്ള പേര്. പക്ഷേ നിരന്തരമായിട്ടുള്ള ഈ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ ജീവന് തന്നെ നഷ്ടമാകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വനം വന്യജീവി മനുഷ്യ സംരക്ഷണ വകുപ്പ് എന്ന് ഇതിന് പേര് മാറ്റണം എന്ന അഭിപ്രായം അങ്ങേക്കുണ്ടോ? യെസ് സർ, അത് ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിക്കട്ടെ. നല്ലൊരു ശുപാർശയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊതു ആവശ്യത്തിന് വേണ്ടി റോഡൊക്കെ നിർമ്മിക്കുമ്പം അത് വലിയ താമസം നേരിടുകയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആയിട്ട്. അതുകൊണ്ട് സാർ ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഈ ബില്ലിലെ വ്യവസ്ഥകൾ വളരെ പ്രധാനപ്പെട്ടാണ്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനവകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്താൻ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. മുറിച്ച് വിൽക്കുന്ന ചന്ദനമരത്തിൻ്റെ വില കർഷകന് തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സ്വന്തം ഭൂമിയിൽ നിന്നും ചന്ദനമരം മോഷണം പോയാലും സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കേണ്ടി വരുന്നു. സാറേ, ഞങ്ങളുടെ ഒരു പള്ളിപ്പറമ്പിൽ നിന്ന് ഒരു ചന്ദനം ആരെ മുറിച്ചുകൊണ്ടിരിക്കാൻ അത് കേസ് പള്ളി കമ്മിറ്റിൻ്റെ പേരിലാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് സാർ. റവന്യൂ വകുപ്പ് പറിച്ചു നൽകിയ ഭൂമിയിലുള്ള സർക്കാരിലേക്ക് റിസർവ് ചെയ്ത ചന്ദനമെല്ലാം മുറിക്കാൻ ബില്ലിൽ അനുവാദം നൽകുന്നില്ല. കോടതിയിലെത്തുന്ന വനകുറ്റകൃത്യങ്ങൾ രാജിയാകാൻ കോമ്പൗണ്ട് ഇപ്പോൾ വ്യവസ്ഥയില്ല. ഇതിന് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയം. കുറ്റങ്ങൾ രാജിയാവാനും ഫൈനടച്ച് ആയാൽ അത് സർക്കാരിൻ്റെ വരുമാനം കൂടുകയും ചെയ്യും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബില്ല് വളരെ ശ്ലാഘനീയമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ വി കെ പ്രശാന്തിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വനഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഈ ഭേദഗതിയെ പിന്തുണയ്ക്കുകയാണ്. സർ, 2025 കേരള വനഭേദഗതി ബില്ലും 2025 വന്യജീവി സംരക്ഷണ കേരള ഭേദഗതി ബില്ലുമാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സർ, വനമേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ദീർഘനാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് ഈ ഭേദഗതിയിലൂടെ പരിഹാര മാർഗങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ വനമേഖലയോട് ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഒരുപാട് MLA-മാർ ഇന്ന് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. സർ, ഈ സമ്മേളന കാലയളവിൽ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് സഹായമേകുന്ന നിയമനിർമ്മാണങ്ങളാണ്. സർ, അതിനെയാണ് തടസ്സപ്പെടുത്താനുള്ളൊരു വലിയ പരിശ്രമം ഈ കേരള നിയമസഭയിൽ നടന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വനമേഖലയിലെ MLA-മാരും ജനപ്രതിനിധികളുമൊക്കെ എത്രയോ നാളുകളായി ആവശ്യപ്പെടുന്ന ഒരു പ്രശ്നപരിഹാരം ഗവൺമെൻറ് ഇവിടെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ മേഖലയിലുള്ള ബഹുമാന്യരായിട്ടുള്ള നിയമസഭാംഗങ്ങൾ പോലും ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് അവർ ഈ വിഷയങ്ങളെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നം കൂടി അവശേഷിപ്പിക്കുകയാണ്. സർ, ഇവിടെ ചന്ദനമരങ്ങൾ നടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൂടി ഈ നിയമനിർമ്മാണത്തിലൂടെ ഉദ്ദേശിക്കുകയാണ്. ഒപ്പം തന്നെ സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും ഇളവ് വരുത്തുകയാണ്. സർ, ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു വിഷയമാണ്. സർ, വന നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റം കോടതിയുടെ അനുമതിയോടുകൂടി രാജിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഭേദഗതി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. സർ, ഫോറസ്റ്റ് ഓഫീസറെ നിർവചിക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൂടി വരികയാണ്. സർ, ഇത്തരം വിഷയങ്ങളൊക്കെ നിരവധി ആളുകൾ പ്രയാസപ്പെടുകയാണ്. സർ, ഈ ഫോറസ്റ്റ് ഓഫീസറെ നിർവചിക്കുന്നതിലൂടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഫോറസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് ഈ കാര്യങ്ങൾ ഇടപെടാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാഹചര്യം ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. സർ, 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം വകുപ്പ് 11(1)A പ്രകാരം
വന്യമൃഗങ്ങളെ നേരിടാൻ കർശന നിയന്ത്രണങ്ങളാണ് ഈ വകുപ്പ് പ്രകാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർ, അക്രമകാരിയായ കടുവയെ കൊല്ലണമെങ്കിൽ അത് നരഭോജി കടുവയാണ് എന്ന് തെളിവ് വേണം. മയക്കുവെടി വെക്കാനാണെങ്കിൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നടപടിക്രമങ്ങൾ പാലിക്കണം. സർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ജനങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഈ നിയമത്തിനകത്ത് വരുന്നത് മുഖാന്തരം ജനങ്ങൾക്ക് വലിയ പ്രയാസം നേരിടുകയാണ്. ഉദ്യോഗസ്ഥന്മാർ സന്ദർഭത്തിനനുസരിച്ച് ഇടപെടാൻ കഴിയാത്ത നിലയിൽ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതി പലപ്പോഴും വരികയാണ്. സർ, സാധാരണ ഇത്തരം അക്രമങ്ങൾ വരുമ്പോൾ നമ്മൾ ടെലിവിഷൻ ലൈവ് കാണിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ അവിടെ സംഘടിക്കുന്നു, ജനപ്രതിനിധികളെ തടഞ്ഞു വയ്ക്കുന്നു. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കൂടി ഈ നിയമനിർമ്മാണ ഭേദഗതിയിലൂടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ഞാൻ പ്രദാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിൽ വനമില്ല. പക്ഷേ നിലമ്പൂർ ബൈ ഇലക്ഷനിലൊക്കെ ഞങ്ങൾ വനമേഖലയിലെ പല സ്ഥലങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ ആ പ്രയാസത്തിന് ഈ ഭേദഗതിയിലൂടെ ഒരു പരിഹാരം കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സാർ, ഇന്നത്തെ ഈ ഇത്തരം നിർണായകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികൾ കാണിക്കുന്ന മര്യാദകേട് നമ്മൾ കാണാതെ പോകാൻ വേണ്ടി കഴിയില്ല. സർ, ഇന്ന് രാവിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നമ്മുടെ ഗാലറിയിൽ നിയമസഭാ നടപടികൾ കാണുന്നതിന് വേണ്ടി വന്നതാണ്. ഇവിടെ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ സഭാ നടപടികളെ ആകമാനം അലങ്കോലമാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും ആക്രമിക്കാൻ വേണ്ടി ഒരുപെടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സർ, ഇത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം നിയമസഭാ നടപടികൾ മര്യാദയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സഹായിക്കുകയല്ലേ വേണ്ട. സർ, ഞങ്ങളുടെ നിയമസഭാംഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാത് മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ നിയമസഭയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആ ചോദ്യോത്തര വേള പോലും അലങ്കോലപ്പെടുത്തുന്ന നിലയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ആ അന്വേഷണ സംഘം കൃത്യമായി പരിശോധിച്ച് കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സർ, അത് നടപടിയെടുക്കുന്നതിൽ ആരും തടസ്സമില്ല. സർ, അപ്പം നടപടിയെടുക്കുന്നതിൽ തടസ്സമില്ല എന്ന് ഗവൺമെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇതിനെ രാഷ്ട്രീയമായി ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വളച്ചൊടിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. സർ, ദേവസ്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാലോ. സർ, കോൺഗ്രസിന്റെ വനം വന്യജീവിയാണ് ബില്ല്, ദേവസ്വമല്ല. ആയിക്കോട്ടെ സർ, എല്ലാവരും അങ്ങനെയാണോ സർ ഇടപെടുന്നത്? എല്ലാവരും അങ്ങനെയാണോ സർ ഇടപെടുന്നത്? അല്ലല്ല. യെസ് യെസ് അല്ലേ, അയ്യപ്പന്റെ പ്രശ്നം വരത്തില്ല. പ്ലീസ് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താതെ. അതെ അതെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താതെ. ഞാൻ പറയാമെന്ന പോയിന്റ് അതാണ് സർ. ശബരിമല വനത്തിനകത്താണ്. അതെ അതെ, ശബരിമല വനത്തിനകത്താണ്. അതെ, വനസംരക്ഷണ അയ്യപ്പൻ. സാർ, ഇത്രയും കോലാഹലം സഭയ്ക്കകത്ത് ഉണ്ടാക്കുമ്പോൾ ആ കാര്യം സഭയിൽ പരാമർശിക്കണ്ടേ സർ? സാർ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുകയല്ലേ? നേരത്തെ ദേവസ്വം ബോർഡിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സർ, തിരുവനന്തപുരത്തെ ഒരു VS ജയകുമാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. മുൻ മന്ത്രി ശ്രീ VS ശിവകുമാറിന്റെ സഹോദരനാണ്. സർ, അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നിട്ടുള്ള ദേവസ്വം അഴിമതിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സാർ, ഈ അന്വേഷണ പരിധിയിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നടപടിയെടുക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പന്നിക്ക് വെച്ചിട്ടുള്ള വൈദ്യുതി ഷോക്കേറ്റ് മരിക്കാനിടയായി. സാർ, അതിനെപ്പോലെ രാഷ്ട്രീയപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ തിരിച്ചുവിട്ട്, എന്നാൽ അത്ര കണ്ടങ്ങട് ആ കുട്ടിയുടെ മരണവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരായി ഇത്തരം ഒരു ബില്ല് ചെയ്യുമ്പോഴെങ്കിലും ആ നിലമ്പൂരിലെ MLA എങ്കിലും ഇവിടെ ഇരിക്കണ്ടല്ലേ? അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ വളരെ പ്രസക്തമായ നിലയിലാണ് ഈ ബില്ലിനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് കോർത്തിണക്കിയത്. സാർ, ഈ വനസംരക്ഷണവും അതുപോലെ തന്നെ വന്യജീവി സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ വനസംരക്ഷണത്തിന് ഏറ്റവും ഗുണകരമായ ഒരു നിലപാട് എടുക്കുന്ന നിലയിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തിയത്. നാച്ചുറലായ വനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രഭൂമിയാണ് അയ്യപ്പൻ്റെ ഭൂമി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നാച്ചുറൽ വനങ്ങൾ നശിപ്പിക്കുന്ന നിലയിലേക്ക് പല പ്ലാന്റേഷൻ നടപടികളും ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ പോയിരുന്നു. തേക്ക് പ്ലാന്റേഷൻ ഉൾപ്പെടെ, ഒരു ഘട്ടത്തിൽ മാഞ്ചിയം പ്ലാന്റേഷൻ ഉൾപ്പെടെ, അത് വനത്തെ നശിപ്പിക്കുന്ന നിലപാടുകളായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് തന്നെ വനം വകുപ്പാണ്, കേന്ദ്ര വന വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ വനത്തെ സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ട വകുപ്പ് പല ഘട്ടങ്ങളിലായി വനത്തിൻ്റെ സ്വാഭാവിക വനത്തെ നശിപ്പിച്ചു. അത് നമ്മുടെ ആഗോള താപനത്തിനെല്ലാം ഇടയാക്കി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു.
ഇപ്പോൾ വന്യജീവികളുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ മനുഷ്യൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ്റെ ജന്മ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകം ചിന്തിക്കുന്നതും അത്തരം നിലപാടുകളെടുത്തും. അതുപോലെ വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി ആ ജീവജാലങ്ങളുടെ ഈ തരത്തിലുള്ള എണ്ണത്തിൻ്റെ പെരുപ്പിനെയെല്ലാം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അത് പ്രകൃതിദത്തമായ ഒരു നിയമം നടപ്പാക്കപ്പെടണമെങ്കിൽ അത് അനിവാര്യമാണ്. ആ നിലയ്ക്ക് നമ്മളതിനെ കാണണം. മറ്റൊന്ന്, പദപ്രയോഗത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത്, വന്യജീവി മനുഷ്യ സംഘർഷം എന്ന പദപ്രയോഗം ഒരിക്കലും ശരിയല്ല. മനുഷ്യൻ ഒരു സംഘർഷത്തിനും പോകുന്നില്ല. അവർ തമ്മിൽ യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടില്ല. നിരവധി മനുഷ്യർ വനത്തിനകത്ത് താമസിക്കുന്നുണ്ട്. അവരാരെങ്കിലും സംഘർഷത്തിനോ യുദ്ധപ്രഖ്യാപനവും നടത്തുന്നു? അതുകൊണ്ട് വന്യജീവി ആക്രമണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം എന്ന അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് സർ. വനവും വേണം, മനുഷ്യനും വേണം. രണ്ടിനെയും സന്തുലിതമായി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. പണ്ടൊരിക്കൽ നമ്മുടെ വകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി, എൻ്റെ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം വന്യമൃഗങ്ങളെയും വനത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഒപ്പം മനുഷ്യരെയും സംരക്ഷിച്ചു കൊണ്ടുപോകാനേ നമുക്ക് സാധിക്കും. സാർ, ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈ വനം മനുഷ്യജീവി സംഘർഷം തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സർ, മനുഷ്യരെ സംബന്ധിച്ച് ജനപ്പെരുപ്പം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂടുതലായി സ്ഥലം വേണ്ടി വരികയാണ്. ഇത് കാരണം കാടിനകത്ത് ഭക്ഷണം ലഭിക്കാത്ത ഒരു സാഹചര്യം പലപ്പോഴും വരുന്നതാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നൊരു സാഹചര്യം വരുന്നത്. സർ, ഇത് ഫലപ്രദമായി ചെറുക്കാനാണ് ഇത്തരം നിയമനിർമ്മാണങ്ങളിലൂടെ ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിനകത്ത് ഏതാണ്ട് 273 പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടായിട്ട് ഗവൺമെൻറ് കണ്ടിട്ടുണ്ട്. 12 പ്രത്യേക പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുകയാണ്. സർ, ഈ പ്രശ്ന പ്രദേശങ്ങളിൽ 1250 കിലോമീറ്റർ സോളാർ വേലി നിർമ്മിക്കുന്നതിനും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനും ഒക്കെ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 9 ദ്രുതകർമ്മ സേന ഉൾപ്പെടെയുള്ള 28 സ്ഥിരം ദ്രുതകർമ്മ സേനകൾ രൂപീകരിച്ചിട്ടുണ്ട്. സാർ, 891 വാച്ചർമാരെ താൽക്കാലികമായി നിയമിച്ച് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. 1000 സോളാർ ലൈറ്റുകൾ, 6 ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ കിഫ്ബിയിൽ ഇപ്പോൾ നിർമ്മാണം നടത്തി അതിൻ്റെ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഈ ആദിവാസി വിഭാഗത്തിൽ നിന്നും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ഏതാണ്ട് 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ PSC മുഖാന്തരം നിയമിച്ച ഗവൺമെന്റ് കൂടിയാണ് സാർ ഇത്. സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ്. ആ മേഖലയിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനും വനത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് പ്രയോജനപ്പെടുത്തി ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുമാണ് ഗവൺമെന്റ് ആ നിലയിലൂടെ പരിശ്രമിച്ചിട്ടുള്ളത്. അതിന് ഞാൻ പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാർ, അയൽ സംസ്ഥാന സഹകരണത്തിന് കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളുമായി യോജിച്ച് ഒരു അന്തർ സംസ്ഥാന ധാരണാപത്രവും ഗവൺമെന്റ് 2024 ഒപ്പിടുകയുണ്ടായി. സാർ, പ്രതിരോധത്തിന് ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ അടക്കം ഗവൺമെന്റ് പ്രയോജനപ്പെടുത്തുന്ന ഒരു നിലയാണ് ആധുനിക അനിഡേഡ് അലാറം സിസ്റ്റം, 10 മിഷനുകൾ ഇതിന്റെ ഭാഗമായി രൂപീകരിച്ചത്. സാർ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ശ്രീ ആന്റണി. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ് സാർ ഞാൻ. കഴിഞ്ഞ 9 വർഷങ്ങളിലായി ഈ 2 സഭയുടെ വിവിധ സമ്മേളനങ്ങളിൽ ചോദ്യങ്ങളായും സബ്മിഷനുകളായും ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതും എൻ്റെ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ നേരിടുന്ന രൂക്ഷമായ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഇടപെടൽ ശ്രദ്ധേയമായ ഇടപെടലാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാത്ത ഒരു സാഹചര്യം വന്ന ഘട്ടത്തിലാണ് കേരളം ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ വിഷയത്തിനകത്ത് എങ്ങനെ ഇടപെടാമെന്നുള്ളത് രാജ്യത്തിന് കാണിച്ചു കൊടുക്കുകയാണ് സാർ. അത്തരം ശ്രദ്ധേയമായ ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ച് 5 പഞ്ചായത്തുകളാണ്. അവിടെ രൂക്ഷമായ വന്യമൃഗശല്യം ഇന്നും തുടരുകയാണ്. കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും കീരമ്പാറയിലും കോട്ടപ്പടിയിലും കവളങ്ങാടും ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിൽ രൂക്ഷമായ വന്യമൃഗശല്യം തുടരുന്നു. നിരവധി ജീവനുകൾ ഇതിനകം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏൽക്കുന്ന അടക്കം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള മൂവാറ്റുപുഴയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, തൊടുപുഴ മണ്ഡലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, ഇടുക്കി മണ്ഡലത്തിൻ്റെ കുറേ ഭാഗങ്ങൾ, അങ്ങനെ ഏതാണ്ട് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ 30 ലക്ഷത്തോളം വരുന്ന അല്ലെങ്കിൽ 30 ലക്ഷത്തിലേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ വലിയൊരു ജീവിത പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് പരമാവധി ഇടപെടാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഇടപെടലുണ്ട് സാർ. അതിനെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി കാണേണ്ടത്, പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ചോദിക്കുകയാണ് സാർ, ചോദിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ
ഇതിനാധാരമായ പ്രശ്നം 1972 വന്യജീവി സംരക്ഷണ നിയമമാണ് എന്നുള്ളത് പലരും പറയാൻ തയ്യാറാകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, 1972 വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് പിന്നീട് നിരവധി പ്രാവശ്യം ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ ആ ഭേദഗതികളൊന്നും ജനപക്ഷത്ത് നിന്നായിരുന്നില്ല, അതെല്ലാം മൃഗങ്ങളുടെ പക്ഷത്ത് നിന്നായിരുന്നു എന്നുള്ളത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കാര്യമാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം സർ. ആ കാര്യമാണ് ഞാനും ഇവിടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഈ 72 നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് കേരള ഗവൺമെന്റ് നിരവധി തവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. അതുമാത്രമല്ല, നിരവധിയായിട്ടുള്ള ചർച്ചകൾ അടക്കം നടത്തിയതാണ്. പക്ഷേ അതിനൊന്നും ഒരു ശ്രദ്ധ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിരവധി കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന നമ്മൾ നേരിടുകയാണ്. സാർ, അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഈ ഭേദഗതി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഭേദഗതി മുന്നോട്ട് വെച്ച ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ മാത്യു ടി തോമസിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതി അവതരിച്ച് സംസാരിക്കാവുന്നതാണ്. സ്പീക്കർ സാർ, ഈ സഭയുടെ നമ്മുടെ ഈ സമ്മേളനം 15ാം സമ്മേളനം വളരെ പ്രധാനപ്പെട്ട ചില നിയമനിർമ്മാണങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുകൂടി വിളിച്ചു ചേർത്തൊരു സമ്മേളനമാണ്. സാർ, ദൗർഭാഗ്യവശാല പ്രധാനപ്പെട്ട നിയമനിർമ്മാണ വേളകളിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരുമിച്ച് പാസ്സാക്കേണ്ടുന്ന പല നിയമങ്ങളും ചർച്ച കൂടാതെ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുകയും ചിലത് സബ്ജക്റ്റ് കമ്മിറ്റി തിരിച്ചു വന്ന് മതിയായ ചർച്ചയില്ലാതെ വകുപ്പ് തിരിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷം. സാറ്, നമ്മുടെ ഏക കടപ്പാടം സംരക്ഷണ നിയമം ചർച്ച കൂടാതാണ് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ചത്. സാർ, സേവനാവകാശ നിയമം, സർവകലാശാല ഭേദഗതി നിയമങ്ങൾ, സാർ അതുപോലെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വന്യജീവി സംരക്ഷണ വനം ഭേദഗതി നിയമവും വന്യജീവി സംരക്ഷണ കേരള ഭേദഗതി നിയമവും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതിൻ്റെ പ്രധാന കാരണം, 2 കാരണങ്ങളാലാണ് ഞാൻ പറയുന്നത്. ഒന്ന്, പ്രായോഗികമായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനുള്ള പരിശ്രമമാണ്. സാർ, ആ പരിശ്രമത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. രണ്ടാമത്, നിയമപരമായി വളരെയധികം സങ്കീർണതകളുള്ള ഒരു കോംപ്ലക്സിറ്റി ഉള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, 1972 നിയമത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 1972 പാർലമെൻറ്റ് ഈ നിയമം പാസ്സാക്കുമ്പോൾ കേന്ദ്ര നിയമമായി അവതരിക്കുമ്പോൾ സാർ, വനവും വന്യജീവി സംരക്ഷണവും സ്റ്റേറ്റ് ലിസ്റ്റ്, ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ മാത്രമായിരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്നത് ഭരണഘടനയുടെ 252ാം അനുച്ഛേദ പ്രകാരമാണ്. 2-3 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ സംസ്ഥാന ലിസ്റ്റിലുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് പാർലമെൻറ്റ് നിയമം പാസ്സാക്കുമെന്ന് 252ാം അനുച്ഛേദം പറയുന്നതനുസരിച്ചാണ് പാർലമെൻറ്റ് ആ നിയമം പാസ്സാക്കിയത്. സാർ, അതിനുശേഷം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഇത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് വരുന്നത് 1976 അടിയന്തരാവസ്ഥ കാലത്തെ 42ാം ഭേദഗതി മൂലമാണ്. അപ്പോൾ ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വന്യജീവി സംരക്ഷണ നിയമം എന്ന വിഷയം സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന കാലത്ത് കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ സംസ്ഥാനത്ത് ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഒരു ഭേദഗതി നിയമം പാസ്സാക്കാമെന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമം കൊണ്ടുവരുന്നത്. പക്ഷേ ഈ നാട്ടിലെ പ്രശ്നം, ഞാൻ പറഞ്ഞ ഒരു ലീഗൽ കോംപ്ലക്സിറ്റി ഉള്ളതും അതേസമയം തന്നെ പ്രായോഗികമായി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിലെന്ന ഒരു സന്ദേശം നൽകുവാൻ കഴിയാതെ പോകുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ്. കുറഞ്ഞ പക്ഷം ഇന്നത്തെ ചർച്ചകളിലെങ്കിലും പ്രതിപക്ഷം ഈ നിയമനിർമ്മാണ വേളയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന് സൂചിപ്പിച്ചത് ഈ വനാതിർത്തി പങ്കിടുന്ന പല മേഖലകൾ, പല മണ്ഡലങ്ങളിൽ ഉള്ള അംഗങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും. ഈ വനാതിർത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിർത്തി ഇല്ല, എല്ലാം നാട്ടുപുറത്തേക്ക് വരികയല്ലേ എല്ലാം. സാർ, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരുമിച്ച് നിന്ന് കേരളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നു എന്ന സന്ദേശം കേന്ദ്രത്തിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കാത്തത്
അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ വിഷയം, 1972 ഈ നിയമം കേന്ദ്രം പാസ്സാക്കുമ്പോൾ, ഇത് 72 പാസ്സാക്കിയതിന് ശേഷം 76 ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൺകറന്റ് ലിസ്റ്റിൽ വന്നു. പക്ഷേ അതിനിടയിൽ 1973 ജൂൺ 1 മുതൽ കേരളത്തിൽ ഇത് പ്രാബല്യത്തിൽ വന്നു. ഒരുപക്ഷെ അന്നത്തെ സംസ്ഥാന നിയമസഭ ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ കൃത്യമായി അറിയില്ല, അല്ലാതെ വരില്ല. അപ്പോൾ 73 ഇത് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. സാർ, അന്നത്തെ സാഹചര്യങ്ങളിൽ അത്തരത്തിലൊരു നിയമനിർമ്മാണത്തെ നമുക്ക് ന്യായീകരിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. വലിയ തോതിൽ വന്യജീവികളുടെയും പക്ഷികളുടെയും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവയുടെ വംശം നിലനിർത്തുന്നതിനാവശ്യമായ സംരക്ഷണ വ്യവസ്ഥകൾ ഈ നാട്ടിൽ നിയമനിർമ്മിതത്തിൽ കൊണ്ടുവരണം എന്ന വലിയ താല്പര്യം, ഒരുപക്ഷെ നല്ല തീർച്ചയായും ഒരു പ്രതിബദ്ധതയുണ്ട്, ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്, ജൈവ വൈവിധ്യത്തെ നിലനിർത്തണമെന്ന ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ നിയമം വന്നത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ ചില സംസ്ഥാനങ്ങൾ 11 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് 72 ഈ നിയമം കൊണ്ടുവരുന്നത്. പിന്നീട് നമ്മൾ 73 കേരളത്തിൽ നടപ്പിലാക്കി, 76 കൺകറന്റ് ലിസ്റ്റിൽ വന്നു. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുന്നതിന് എല്ലാ ന്യായീകരണമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് സാഹചര്യങ്ങൾ മാറി വരികയാണ്. വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള കടുത്ത നടപടികൾ ഭരണകൂടങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിലും കേന്ദ്ര തലത്തിലും, ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിലൂടെ വന്നതിന് ശേഷം കേന്ദ്ര നിയമത്തിന് ഭാഗമായല്ലോ, വന്നതിന് ശേഷം വലിയ തോതിൽ വനത്തിനുള്ളിലെ വന്യജീവികളുടെ എണ്ണം പെരുകുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ വനത്തിനുള്ളിലെ ജീവികൾ നാട്ടിൻപുറത്തേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ വനത്തിലെ വിഭവങ്ങൾ തികയാത്തതുകൊണ്ടാകാം, കുടിവെള്ളം കിട്ടാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് ചില പ്രത്യേക വന്യജീവികൾക്ക് നിർണയിക്കപ്പെട്ട അവരുടെ ആവാസ കേന്ദ്രങ്ങളെ കരുതുന്ന ആ ഭൂവിസ്തൃതി ഇല്ലാതെ വന്നതുകൊണ്ടാകാം. നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ തോതിൽ മനുഷ്യജീവൻ അപകടത്തിൽപ്പെടുന്നു എന്ന സാഹചര്യം നാട്ടിൽ സംജാതമായിരിക്കുക. മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്ന രീതിയുണ്ട് എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ജീവൻ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല സാർ, നമ്മുടെ നാട്ടിൽ കൃഷി നടത്താൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിരിക്കും. സാറ്, നമ്മുടെ മലയോര മേഖലയിൽ കൃഷി നടത്താനേ കഴിയുന്നില്ല ഈ വന്യജീവികളുടെ സാന്നിധ്യം മൂലം. അപ്പോൾ പലരും കൃഷി ഉപേക്ഷിച്ച് പോകുന്ന നില പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് സാർ. അപ്പോൾ ആ വിഷയം അടക്കം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണ്ടേ? തീർച്ചയായും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 1972 73 സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മറ്റ് രാജ്യങ്ങൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടികളോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിനുള്ളിലെ കൃഷി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതിയും സമ്പൂർണ്ണമായും അതിന് പര്യാപ്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അക്രമാസക്തമായ ഒരു വന്യജീവി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലാം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നിയമത്തിൽ ഒരു ഇളവ് എന്നത് വരുന്നെങ്കിലും പ്രായോഗികമായി മുന്നിൽ വന്നിരിക്കുന്ന കടുവയ്ക്ക് അവിടെ ഞാൻ അനുവാദം വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ കഴിയില്ലല്ലോ സാർ. ആ ഒരു പരിമിതി നമുക്കുണ്ട്. എന്നാൽ ഇന്ന് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ മാറ്റങ്ങൾ നിയമത്തിൽ ആവശ്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാക്ക് പ്രയോഗിക്കാൻ പാടില്ലെങ്കിലും ഉപയോഗിക്കുകയാണ്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലഘട്ടത്തിൽ ശ്രീ ജയറാം രമേശ് ഇക്കാര്യത്തിൽ കൂടുതൽ കടുപ്പിക്കുന്ന വ്യവസ്ഥകൾ കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ വ്യവസ്ഥകൾ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു സർ. 1972 കാലഘട്ടമായിരുന്നില്ല, 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ വന്യജീവികളുടെ ശല്യം നാട്ടിൻപുറത്ത് അനുഭവപ്പെട്ട് തുടങ്ങിയതിന് ശേഷം വന്യജീവികളെ സംരക്ഷിക്കാനും മനുഷ്യജീവന് ആപത്തുണ്ടായാൽ പോലും അവയെ നിലനിർത്താനും വേണ്ടിയുള്ള ഒരു നിയമ ഭേദഗതി കർക്കശമാക്കി കൊണ്ടുവന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതെല്ലാം നടപ്പായി കഴിഞ്ഞു സാർ. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം, നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പരിശ്രമമാണ് ഈ വന്യജീവി സംരക്ഷണ കേരള ഭേദഗതി നിയമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ 1976 മുതൽ കൺകറന്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും
രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർണായകമായ ചർച്ച നടക്കുന്നിടത്ത് പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യം ഈ നാടിൻ്റെ താല്പര്യത്തിനെതിരാണ്, ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ വരുന്ന MLA-മാർ ഈ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ സഭയിലിരുന്നു കൊണ്ട് കൈപൊക്കി ഇത് പാസ്സാക്കുന്ന സാഹചര്യം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നത് വലിയ സങ്കടമാണ്. സാർ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന് സമരമാണെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് വിളിക്കുന്ന മുദ്രാവാക്യം, അന്ന് KSUSFI എന്നൊന്നും വിളിക്കാറില്ല. ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊരു പഠിപ്പിസ്റ്റായിരുന്നു. ഞാൻ അടിയന്തരാവസ്ഥ കാലത്താണ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിന് താല്പര്യം വന്നു. അപ്പോൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ മാറിയിരിക്കും. എന്തിനാ സമരം അറിയില്ല. ഇന്നത്തെ മുദ്രാവാക്യം വിദ്യാർത്ഥി ഐക്യം സിദ്ധാന്തമാണ്. സമരം എന്തിനാ അറിയില്ല. സാർ, ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ സമരം അങ്ങനെയാണ്. ഇവിടെ നോട്ടീസ് ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ, എന്തെങ്കിലും കാര്യത്തെ ഇന്ന ആവശ്യമുണ്ടോ? ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പറയട്ടെ. ഇപ്പം ഒരു ബോർഡ് കാണിച്ചു CBI അന്വേഷിക്കണമെന്ന്. അപ്പോൾ ഹൈക്കോടതിയേക്കാൾ വിശ്വാസം BJP നിയന്ത്രിക്കുന്ന CBI ആണോ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിൽ? ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അതായത് BJP LDF-ൻ്റെ ശത്രുവാണെന്ന് സമ്മതിച്ചല്ലോ. അപ്പോൾ LDF ഞങ്ങളുടെ ശത്രു, LDF-ൻ്റെ ശത്രു BJP. അതുകൊണ്ട് BJP നിയന്ത്രിക്കുന്ന CBI ആണ് ഞങ്ങൾക്ക് ഹൈക്കോടതിയേക്കാൾ വിശ്വാസം എന്ന പ്രഖ്യാപനമാണ് ഈ ദിവസം പ്ലക്കാർഡ് പിടിച്ചവർ നടത്തിയത്. ന്യായമായ രീതിയിൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ആവശ്യം ഉന്നയിക്കാതെ പ്രധാനപ്പെട്ട ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രതിപക്ഷത്തോട് ജനങ്ങൾ ചോദിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. സർ, ഞാൻ ഈ ഭേദഗതി അവതരിപ്പിക്കുന്നു. ശ്രീ KN ഉണ്ണികൃഷ്ണൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ ലിൻഡ ജോസഫ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഏറ്റവും ചരിത്രപരമായ ഒരു നിയമ ഭേദഗതിക്കാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേരള സംസ്ഥാന വകുപ്പും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും തയ്യാറായിരിക്കുന്നത്. എൻ്റെ ഭാഗമായിട്ടാണ് 1972 കേന്ദ്ര വന്യജീവി നിയമം, സംസ്ഥാന ഗവൺമെൻറ് വന്യജീവി ഭേദഗതി നിയമം 2025 ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 72 കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമം 9 തവണ ഭേദഗതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണയും ഭേദഗതി ചെയ്തപ്പോൾ കൂടുതൽ കർക്കശമാക്കുന്ന ഒരു നിലയാണ് നിയമത്തിലുണ്ടായത്. ഇളവുകൾ യാതൊന്നും ജനങ്ങൾക്ക് അനുകൂലമാവുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനം 2022 കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഷെഡ്യൂളിൽ താഴെ കിടന്ന നാടൻ കുരങ്ങ് ഷെഡ്യൂൾ 1 മാറുന്ന സാഹചര്യം പോലും ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അനിവാര്യമായ ഒരു നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു നിയമ ഭേദഗതിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 2024 ഫെബ്രുവരി മാസം 14-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കുന്ന സാഹചര്യം ഉണ്ടായി. 72 വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന നിയമനിർമ്മാണ സഭ ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി നൽകിയതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിനെ ഗൗനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് നാട്ടിലിറങ്ങി ആക്രമണം കാണിക്കുന്ന കാട്ടുപന്നികളെ അല്ലെങ്കിൽ മനുഷ്യജീവൻ അപകടകരമായി പ്രവർത്തിക്കുന്ന കാട്ടുപന്നികളെ, ഇപ്പം നാട്ടുപന്നികളായി മാറിയിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവിറക്കാൻ ഹോണററി വൈൽഡ് ലൈഫ് വാർഡന്റെ ചുമതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എടുത്തത്. പിന്നീട് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ സഹായവും ലഭ്യമാവുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ സംസ്ഥാന ദുരന്തമായി വന്യജീവി ആക്രമണത്തെ ഒരു സംസ്ഥാന ദുരന്തമായി കണ്ട് കൂടുതൽ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടൽ നമ്മുടെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. സർ, എന്താണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ വനങ്ങളെയും വന്യമൃഗങ്ങളെയും ഒറ്റ യൂണിറ്റായി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. പക്ഷെ കേരളം പോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനം, നമ്മുടെ കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 29.5% വനമാണ് എന്ന് നമുക്കറിയാം. 2011 സെൻസസ് പ്രകാരം 859 പേർ ഒരു സ്ക്വയർ കിലോമീറ്റർ തിങ്ങിപ്പാർക്കുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ വനമേഖലയിലേക്ക് കൂടുതലായി
അതിർത്തി പങ്കിടുന്ന മേഖലകളിലേക്ക് ആടുകൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. സർ, 2024 മലയാള മനോരമ പത്രത്തിൽ കർണാടക സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ആഴ്ചയിൽ ഒരാൾ വീതം കർണാടകയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നാണ് കർണാടക സ്റ്റേറ്റിന്റെ ഒരു വാർത്തയാണ്. സർ, കർണാടക സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 326 പേർ ഒരു സ്ക്വയർ കിലോമീറ്റർ എന്നാണ്. അവിടുത്തെ ആകെ ഭൂവിസ്തൃതി, വനത്തിന്റെ ആകെ ഭൂവിസ്തൃതി 20.11%. അത് കേരളത്തെക്കാൾ വലിയൊരു സ്റ്റേറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്, വനത്തിന്റെ അളവ് അവിടെ കുറവാണ്. പക്ഷേ അവിടെയും നിയമം നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും എല്ലാം ഒരേ നിയമമാണ് എന്നതാണ് ഒരു പ്രത്യേകത. നമ്മുടെ തൊട്ടടുത്ത മറ്റൊരു സ്റ്റേറ്റ്, നമ്മുടെ കേരളത്തെക്കാളും 3-4 ഇരട്ടി വലിപ്പമുള്ള ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം 656 പീപ്പിൾ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടുത്തെ ആകെ വനത്തിന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 21%. നമ്മുടെ രാജ്യം ആകെ എടുത്ത് പരിശോധിച്ചാൽ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ആകെ ഭൂവിസ്തൃതി, വനത്തിന്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 21.76%. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളെ വെച്ച് പോലും പരിശോധിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, വന മേഖല കൂടുതലാണ്. സ്വാഭാവികമായിട്ടും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കും. സ്വാഭാവികമായിട്ടും ഒരു രാജ്യം ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടി അത് ദോഷകരമായി ബാധിക്കാതെ ഒരു യൂണിറ്റായി, ഒരു സ്റ്റേറ്റിനെ ഒരു യൂണിറ്റായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്രകാരം ഒരു നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തെ പാസാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. സർ, ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് എൻ്റെ മണ്ഡലം അടക്കമുള്ള പ്രദേശങ്ങളിൽ. സർ, ഇന്നലെ നമ്മുടെ സംസ്ഥാനത്ത് 2 ജീവനുകളാണ് വന്യമൃഗ ആക്രമണം മൂലം നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒന്ന് എൻ്റെ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലത്തിൽ വേലിച്ചാമി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം കർഷകനാണ്. അദ്ദേഹം ജോലിക്ക് പോയിരുന്ന സമയത്താണ് ചക്കക്കൊമ്മൻ എന്ന് പറയുന്ന ഓമന പേരിട്ടിട്ടുള്ള ഒരു ആനയാണ് അദ്ദേഹത്തിനെ ആക്രമിച്ച് ഇന്നലെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ വന്യമൃഗ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വന്യമൃഗ ആക്രമണം നടന്ന് ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കാറുള്ളത്. സാർ, ഇപ്പോൾ 1972 കാലഹരണപ്പെട്ട ഒരു നിയമം 2025 ഒരു സംസ്ഥാന സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൽ അഭിപ്രായം പറഞ്ഞ് ഈ നിയമം പാസ്സാക്കേണ്ട ആളുകൾ അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് സാർ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തുടർച്ചയായി വന്യമൃഗ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. സാർ, പുതിയ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ തടയിടാൻ കഴിയും? സാർ, എൻ്റെ മണ്ഡലത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം മാത്രം AI സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വന്യമൃഗ ആക്രമണം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല സാർ, എൻ്റെ നാട്ടിലിപ്പോൾ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. വിദേശികളടക്കം കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് ഹംഗേറിയൻ പ്രസിഡന്റ് അവിടെ വന്നു, ഈ ആനക്കുളത്ത് ആനയെ കാണാൻ വന്നു. ഒരു ദിവസം 50 മുതൽ 60 ആനകൾ വൈകുന്നേരങ്ങളിൽ ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ കാട്ടിൻ്റെ അകത്ത് ഭക്ഷണം, അതിന് അതുപോലെ വെള്ളമെല്ലാം ഒരുക്കി കൊടുത്താൽ നമുക്കൊരു പരിധിവരെ ഇതിനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയിടാൻ പറ്റും. അതുമാത്രമല്ല സാർ, പുലിയുടെയും കടുവയുടെയും സാന്നിധ്യമെല്ലാം ഈ തോട്ട മേഖലയിൽ നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച അംഗം പറഞ്ഞ പോലെ നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കൂട് പോലും സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ആദ്യം സാന്നിധ്യം കണ്ടെത്തണം, പിന്നീട് ക്യാമറ സ്ഥാപിക്കണം. അത് ക്യാമറയിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് കൂട് വെച്ച് ഇതിനെ പിടിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ എന്നാണ് സാർ എൻ്റെ വിഷയം. ഇവിടെ വനമേഖലയിലുള്ള മണ്ഡലങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ നിലവിൽ വനം വകുപ്പ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കിടങ്ങുകൾ കുഴിക്കാറുണ്ട്. അത് വനം വകുപ്പ് സാമാന്യം നല്ല നിലയിലാണ് ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ 1-2 മഴ കഴിയുമ്പോഴത്തേക്കും വനത്തിൽ നിന്നും മണ്ണൊലിപ്പുണ്ടാകുന്നതിൻ്റെ ഭാഗമായി ആ ട്രഞ്ചുകളെല്ലാം മൂടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, നമ്മൾ നിർമ്മിക്കുന്ന ഫെൻസിങ്ങുകൾ, ആ ഫെൻസിങ്ങുകൾ കുറച്ചു കാലം കഴിയുമ്പോൾ വള്ളികളെല്ലാം, കാട്ടുവള്ളികളെല്ലാം പടർന്നു പിടിച്ച്
അതിൻ്റെ എർത്ത് സംവിധാനത്തിലുണ്ടാകുന്ന കുറവ് കാരണം അതും പ്രയോജനകരമല്ലാതെ ആകുന്നുണ്ട്. ഇത് രണ്ടും മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി കാലാകാലങ്ങളിലൊരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കുറച്ചുകൂടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടിലേക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതിന് ഈ വനത്തിനകത്തുള്ള ആദിവാസികളുടെ സഹായം കൂടെ തേടിയാൽ കൃത്യമായും ഈ നമ്മുടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ സ്ഥലങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തിയാൽ ഇന്നുണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം ഒരു പരിധിവരെ തടയുന്നതിന് വേണ്ടി കഴിയും. അതിനുള്ള നടപടികൾ കൂടെ ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. സമഗ്രമായിട്ടുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അത് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ കോങ്ങാട് നിയോജക മണ്ഡലം, എൻ്റെ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട കരിമ്പ, തച്ചമ്പാറ, കാഞ്ഞിരപ്പുഴ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളടക്കം ഈ ഹൈ റേഞ്ചാണ്. അവിടെ മാത്രമല്ല, അവിടെ എല്ലാം തന്നെ ആദിവാസി ജനവിഭാഗങ്ങളടക്കം താമസിക്കുന്ന പ്രദേശങ്ങളാണ്. ഈ ഏറ്റവും കൂടുതൽ അവർക്ക് ഈ വിഭാഗത്തിൽപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർ അവരുടെ പ്രദേശങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ അവിടെ കടന്നു വരുന്ന വന്യമൃഗങ്ങളുമായിട്ട് അവർ ഏറ്റുമുട്ടി. ഇപ്പോൾ ഇന്നലെ തന്നെ അട്ടപ്പാടിയിൽ മരണപ്പെട്ടു, നടു റോട്ടിൽ പരസ്യമായിട്ട് ആളുകൾ പ്രതിഷേധിക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവെ ഈ നിയമത്തിലുള്ള അതിൻ്റെ കുറവ് അല്ലെങ്കിൽ നിയമത്തിൽ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒക്കെ വിഷയമാണ്. അതോടൊപ്പം തന്നെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ ബഹുമാനപ്പെട്ട എനിക്ക് മുമ്പുണ്ടായിരുന്ന MLA ബഹുമാനപ്പെട്ട KV വിജയദാസ് അടക്കം ഈ ആദിവാസി ജനവിഭാഗങ്ങളുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രൂപത്തിലുള്ള സമീപനത്തിൻ്റെ അല്ലാത്തതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന നടപടി വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ കാലമാണെങ്കിൽ ആയിക്കോട്ടെ, എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത് ജനങ്ങളുമായി, പ്രത്യേകിച്ചും ആദിവാസി ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടെയുള്ള സമഗ്രമായ വീക്ഷണം ഈ നിയമത്തിൽ ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, ഈ കാട്ടുപന്നിയുടെ ഇറച്ചി വളരെ രുചികരമാണെന്നാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ചെയറോ മന്ത്രിയോ അംഗങ്ങളോ അത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങ് കഴിച്ചിട്ടുണ്ടോ? അല്ല, ഞാനത് പറയുകയാണ്. അപ്പോൾ ഇത് സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് കത്തിച്ച് കളയാണ്. ഇപ്പോൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിപ്പോൾ കത്തിച്ച് കളയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചോ കത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരെ അതിൻ്റെ പുറകെ പോകണ്ടെന്നാണ് പറഞ്ഞത്. സാറ്, നമ്മുടെ മറ്റേ മന്ത്രിയാണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ആണെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ കർഷകർക്ക് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അത്തരം അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പുറകെ പോയി ഗവേഷണം നടത്തി ഈ ആളുകളെ കയ്യാമം വെച്ച് എവിടുന്നെങ്കിലും പരാതികൾ കിട്ടിയില്ലെങ്കിൽ അത് വാങ്ങിച്ച് ഇങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നൊരു സമീപനം ഗവൺമെൻറ് എടുക്കുന്ന ഒരു പൊതു നിലപാടിന് വിരുദ്ധമായിട്ടുള്ളതല്ലേ? ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കേണ്ടതല്ലേ? അത് മാത്രമല്ല, ഇത് കരിച്ചു കളയുന്നതിന് പകരം ഇത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അതിന് ആവശ്യമായിട്ടുള്ളൊരു നടപടികൾ സ്വീകരിക്കുകയല്ലേ വേണ്ടത്? പന്നിയിറച്ചി ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ വികാരമാണ് സർ. പ്രതിപക്ഷം ബഹിഷ്കരിക്കുമ്പോൾ ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാർ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി ക്രിയാത്മകമായി ഇടപെടുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുബാൽ MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നിയമത്തിൽ അതുകൂടി വരുന്നുണ്ട്. വെർബിനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാട്ടുപന്നിയുടെ ഇറച്ചി ഭക്ഷിക്കാൻ കൂടി കഴിയുന്നതാണ് എന്നത് നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശാന്തകുമാരി MLA സൂചിപ്പിച്ചതുപോലെ, അതുപോലെ സ്റ്റീഫൻ MLA-യും അതുപോലെ രാജ MLA-യും സൂചിപ്പിച്ചതുപോലെ ആദിവാസി വിഭാഗങ്ങളെ കൂടി വനത്തിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നതും അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് വനത്തിനുള്ളിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവേണ്ടുന്നതും ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. സാർ, ഞാൻ സംസാരിച്ചു വന്നത് ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മൃഗങ്ങൾ കാടിനകത്തുള്ളതാണ്. ഔദ്യോഗികമായ പല കണക്കുകളും വരുമ്പോൾ ഇപ്പോൾ വയനാട് സംരക്ഷണ കേന്ദ്രത്തിൽ കടുവകളുടെ എണ്ണം ഔദ്യോഗികമായി 84-ലധികം കടുവകൾ ഉണ്ടെന്നാണ്. പക്ഷേ അവിടുത്തെ ആ ഭൂപ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കടുവകളുടെ എണ്ണം 20 എന്നും പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ വനമേഖലയിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇരയുടെയും ഭക്ഷണത്തിൻ്റെയും ഒക്കെ ഭാഗമായി ലഭ്യമാവാതെ വരുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അതിനെയാണ് നമ്മൾ വിദേശ മാതൃകകൾ സ്വീകരിക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. പക്ഷെ കങ്കാരു ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് പെറ്റുപെരുകുന്ന ഘട്ടത്തിൽ കങ്കാരുക്കളെ ഹണ്ടിങ് നടത്തുന്നതിന് നിശ്ചിതമായ ഇടവേളകളിൽ അനുവദിച്ച് അതിൻ്റെ എണ്ണം കൃത്യമായി നിയന്ത്രിച്ച് പ്രകൃതിക്കും അല്ലെങ്കിൽ മനുഷ്യനും ഒന്നും
ദോഷകരമായി വരാത്ത നിലയിലേക്ക് അതിനെ ക്രമീകരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ വിദേശ രാജ്യങ്ങളുണ്ട്. അത്തരം മാതൃകകൾ നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുകയും വിജയേട്ടൻ എന്തോ ഒരു കാര്യം. ബഹുമാനപ്പെട്ട ലിൻഡോ MLA ഇവിടെ സൂചിപ്പിക്കുന്ന വന്യമൃഗ ആക്രമണം അല്ലെങ്കിൽ ശല്യം, ഇപ്പോൾ സാർ 2 ദിവസം മുമ്പ് 16 ആനയാണ് വളയം പഞ്ചായത്തിൻ്റെ മലയോര മേഖലയിൽ വന്നിറങ്ങിയത്. 16 ആന ഇറങ്ങിയാൽ എത്രമാത്രം കൃഷി നശിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ. കുട്ടികളും എല്ലാം കൂടിയാണ്, സകുടുംബമാണ്, കൂട്ടുകുടുംബമാണ് ഇപ്പോൾ അവർ. അപ്പോൾ അങ്ങനെ വന്ന് വലിയ തോതിലുള്ള നാശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ വന്യമൃഗത്തിലാണ് ഇപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കുന്ന കാട്ടുപന്നീനെ രേഖപ്പെടുത്തിയത്. കാട്ടിലിനേക്കാളും ഈ പന്നി ഇപ്പം നാട്ടിലാണുള്ളത്. ആർക്കും തന്നെ കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. തെങ്ങും തൈ എല്ലാം തന്നെ പൊരിച്ചിടുകയാണ്. ഒരു 5-10 വയസ്സ് വരെയുള്ള തെങ്ങുകളും അത് കിളച്ച് മാറ്റിയിടുന്നുണ്ട്. വാഴ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. മറ്റ് കായ്കനികൾ, ചേമ്പ്, ചേന തുടങ്ങിയതൊക്കെ തന്നെ അത് നശിപ്പിക്കുകയാണ്. എങ്ങനെ മനുഷ്യർ ജീവിക്കും സാർ? കൃഷിക്കാരല്ലേ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പൊതു വിഷയങ്ങൾ എന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യുന്നതിൽ മന്ത്രി ഏറെ തൽപരരാണ്. അതിൻ്റെ ഭാഗമായാണ് നിയമനിർമ്മാണത്തെക്കുറിച്ചും ആലോചിക്കുന്നത്. നേരത്തെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പഴയ കാലങ്ങളിൽ നായാട്ടുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഭക്ഷിക്കുന്ന നില നമ്മുടെ സമൂഹത്തിൽ നാട്ടിലാകെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അതൊന്നും നിന്നു. ഇതിൻ്റെ എണ്ണം പെരുകി. ജനസംഖ്യയുടെ എണ്ണം വലിയ തോതിൽ കുറയുമ്പോൾ സൂതരപ്രസവം എന്ന് പറയുന്നത് ഒരു പ്രസവത്തിൽ തന്നെ 5, 10, 15 കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണം പെരുകുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യരുടെ എണ്ണം വല്ലാതെ കുറയുന്നു. ഇപ്പം തന്നെ കല്യാണം തന്നെ വേണ്ട എന്ന രീതിയിലേക്ക് പുതിയ തലമുറ ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഈ വന്യമൃഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ പന്നിയുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത്. ആനയുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ഇത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നന്നായി പാകം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വലിയ തോതിലാകുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ നെയ്യിലെ അംശത്തിൽ വലിയ തോതിൽ വിരശല്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നന്നായി വേവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാംസാഹാരമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ആ വിഷയത്തിൽ തിരുവമ്പാടി മണ്ഡലത്തെ പോലെ തന്നെ നാദാപുരം മണ്ഡലവും ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ആ കാര്യം കൂടി, ഈ വിഷയം ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ജനീഷ് കുമാർ സാർ, നമ്മുടെ കോന്നി മണ്ഡലത്തിൽ ഇന്നലെയും ഒരു കടുവ, കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു വാച്ചറെ കൊലപ്പെടുത്തി. ഇന്നലെ തന്നെ പന്നിയും അതോടൊപ്പം തന്നെ ആനയുമെല്ലാം ഗേറ്റെല്ലാം തുറന്ന് വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരവസ്ഥ നമ്മുടെ മലയോര മേഖലയിലെല്ലാം ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഗവൺമെൻറ്റും എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു നിയമനിർമ്മാണത്തെ സംബന്ധിച്ച ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. കേരള നിയമസഭയിലെ ഈ ബില്ലിൻ്റെ ചർച്ച ദൗർഭാഗ്യവശാൽ കേന്ദ്ര നിയമത്തിൻ്റെ ഭേദഗതി ആയതുകൊണ്ട് നമുക്ക് ഐക്യകണ്ഠേന UDFകാർ പ്രതിപക്ഷം കൂടി ചേർന്ന് ഈ ബില്ല് പാസ്സാക്കേണ്ടതായിരുന്നു. അവർ വിട്ടുനിൽക്കുകയാണ് സാർ. അവർ വിട്ടുനിൽക്കുക. മലയോര മേഖലയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സാർ, നമുക്കറിയാം ധാരാളം മാർഗങ്ങൾ നമ്മുടെ ഗവൺമെൻറ് സ്വീകരിച്ചു പോരുകയാണ്. ഇപ്പോൾ അതിൽ സോളാർ വേലി, വനത്തിനുള്ളിലേക്ക് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ. ഇതിനകത്ത് ഇതെല്ലാം വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇതിൽ കാണുന്ന ഒരു പരിമിതി ജനകീയ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ, ലോക്കലായിട്ടുള്ള ജനങ്ങളുടെ ഒരു പിന്തുണയോടുകൂടി ഇതെല്ലാം സംഘടിപ്പിക്കാതിരിക്കുന്നതിൻ്റെ ഒരു പോരായ്മ മലയോര മേഖലയിലെല്ലാം ഉണ്ട് സാർ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ഇടപെടുവാൻ, ഇപ്പോൾ സോളാർ വേലികളുടെ സംരക്ഷണമാണെങ്കിലും ഈ വിത്തുകളെല്ലാം വനപ്രദേശത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്ന കാര്യത്തിലെല്ലാം ധാരാളം വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ലോക്കൽ ജനങ്ങളുടെയും കൂടി ഒരു പിന്തുണ ഉറപ്പാക്കുന്ന ഒരു പ്രവർത്തനം കൂടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൂടുതലായി ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുകയാണ് സർ. ലിൻഡോ ജോസഫിന്റെ സമയം സമയം തീരാറായി. സർ, ഈ സിംഹം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വന്യമൃഗങ്ങളും പ്രത്യക്ഷപ്പെട്ട ഒരു മണ്ഡലമാണ് മലമ്പുഴ മണ്ഡലം. എൻ്റെ 8 പഞ്ചായത്തുകളാണ് എൻ്റെ മണ്ഡലത്തിലുള്ളത്. അതിൽ 6ലും ഈ പ്രശ്നങ്ങളാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യജീവിതം പൊലിഞ്ഞതും അതുപോലെ വിള നഷ്ടപ്പെട്ടതും ഈ വന്യമൃഗങ്ങളുടെ കടന്നാക്രമണത്തിൻ്റെ ഭാഗമാണ്. മിനിസ്റ്റർക്ക് തന്നെ അറിയാം, പലതവണ മിനിസ്റ്റർ അവിടെ വന്നതുമാണ്. അപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ ജനീഷ് കുമാർ പറഞ്ഞ രീതിയിലുള്ള ഒരു വിഷയം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൻ്റെ മണ്ഡലത്തിൽ പഞ്ചായത്തുകളെയും ജനങ്ങളെയും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന് സാമ്പത്തികപരമായും നിയമപരമായും അംഗീകാരം നൽകുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നടത്തണം. അതോടൊപ്പം ഈ നിയമം എൻ്റെ ഒരു സംശയമാണ്, ഇത് 1972 വന്യമൃഗ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് നിയമം വരുന്നത്. സ്വാഭാവികമായും നമ്മളിവിടെ ഈ നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ഇതിനൊരു അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാതില്ല. എന്തായാലും ഇത് ഏത് വിധേനയും പ്രാവർത്തികമാക്കാനുള്ള ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. സർ, ചരിത്രപരമായ ഒരു നിയമനിർമ്മാണമാണ് വനം വകുപ്പിൻ്റെ നേതൃത്വം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനമേഖലകളിൽ താമസിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇത് നോക്കിക്കാണുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം സഭയിൽ അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ഈ സഭ ബഹിഷ്കരിക്കുന്നത് ശരിയായ നടപടിയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സഭയിൽ അലങ്കോലമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന് തത്തുല്യമായ നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയാതെ കേരളത്തിലെ ക്രിയാത്മകമായ നിയമനിർമ്മാണം, ഏക കിടപ്പാട സംരക്ഷണ ബില്ല് പോലെ കേരളത്തിലെ വനമേഖലകളിൽ താമസിക്കുന്ന വന്യജീവി ഭേദഗതി നിയമം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒന്നുമില്ലാതെ ഈ സഭയെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ദൗർഭാഗ്യകരമാണ്. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന നിയമനിർമ്മാണം നടത്തുന്ന ഒരു സഭയെ ഈ സഭയെ മാറുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് വനം വകുപ്പിനെയും ഈ അവസരത്തിൽ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ട് ഈ ഭേദഗതി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി. വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലായതുകൊണ്ടും ഈ വിഷയം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നതായതുകൊണ്ടും ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങളിൽ വലിയ തോതിൽ ജനങ്ങളിൽ അപ്രിസിയേഷൻ ഉളവാക്കിയിട്ടുള്ള ഒരു ബില്ലാണ്. പക്ഷേ ഈ ബില്ലിൽ ചില ആശങ്കകൾ രൂപപ്പെടുന്നു എന്ന നില വരുത്തി തീർത്ത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ തെറ്റിദ്ധാരണാജനകമായി നടത്തിയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ഈ ബില്ല് പൈലറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ വാച്ചർ എന്നുള്ള പേര് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റൻ്റ് എന്നാക്കുന്നു. അത് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമല്ല. അത് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ടുള്ള ശ്രമം നടന്നു. ഇന്നിപ്പം കേരളത്തിൽ പോലീസ് കോൺസ്റ്റബിൾസ് ഇല്ല, സിവിൽ പോലീസ് ഓഫീസറാണ്. ആ നിലയിൽ കാലങ്ങളായി ജോലി ചെയ്യുന്ന നിരവധിയായ തസ്തികയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതി പോസിറ്റീവായി ചിന്തിക്കേണ്ടതിന് പകരം അത് ജനങ്ങളിൽ ആശങ്ക പരത്താനും അത് അറസ്റ്റ് ചെയ്യാനുള്ള കുറേ ആൾക്കാരെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന നിലയിലും സഭയ്ക്ക് പുറത്ത് ധാരാളം ചർച്ചകൾ നടത്തി എന്നുള്ളത് പൊതുസമൂഹം കണ്ടതാണ്. പക്ഷേ ഇന്നതിന് ഈ ബില്ല് ഇവിടെ പാസ്സാകുന്നതോടുകൂടി പര്യവസാനമാവുകയാണ്. വളരെ കൃത്യമായി തന്നെ ഇക്കാര്യം ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ആരെങ്കിലും ഉപദ്രവിച്ച് മുറിവേൽപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ ആ മൃഗത്തെ വെടിവെക്കുവാനും കൊല്ലുവാനുമുള്ള അധികാരം ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടിന് ഡിസ്ട്രിക്ട് കളക്ടറെ കൂടി ചുമതലപ്പെടുത്തി എന്നുള്ളത് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ സാധാരണക്കാരായ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ടാണ്. ഈ നല്ല ലക്ഷ്യങ്ങളെല്ലാം കണ്ടുകൊണ്ടും മലയോര മേഖലയിലും വന്യജീവി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയുടെ ഭാഗമായി ഉയർത്തിരിച്ചിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുവാനുള്ള നല്ല നടപടി സ്വീകരിക്കുകയും ചെയ്ത് ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. സാർ, ഇവിടെ
വളരെയേറെ ശ്രദ്ധേയമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഒരു പക്ഷത്തു നിന്നുകൊണ്ട് മാത്രം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിലും ഈ ബില്ലുകളെ ഗൗരവത്തിൽ കണ്ട് അവയെ ആഴത്തിൽ പരിശോധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയ എല്ലാ മെമ്പർമാരെയും എൻ്റെ നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടതാണ്. തീർച്ചയായും നമുക്ക് ചില കടമ്പകൾ കടക്കേണ്ടി വരും. ആ കടമ്പകൾ കടക്കാൻ ഈ സഭ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം നൽകാൻ കഴിയുന്നില്ല എന്ന ദൗർബല്യമാണ് ഇതെല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ എല്ലാ ദൗർബല്യങ്ങളെയും മറികടന്ന് ജനങ്ങളുടെ ചേരിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധതയോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോകുമെന്ന് അത്തരക്കാരെയെല്ലാം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മന്ത്രി പറഞ്ഞതുപോലെ, സർ, ഇത് മലയോര മേഖലയിൽ ചെന്ന് വേദനിക്കുന്ന കർഷകൻ്റെ വികാരങ്ങളെ ആളിക്കത്തിച്ച് മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് നടത്തിയ ആളുകളാണ് ദൗർഭാഗ്യവശാൽ ഇന്നും അവിടെ അവരോടൊപ്പവും ഇവിടെ ഇവരോടൊപ്പവും എന്നുള്ള ഇരട്ടത്താപ്പാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഇരട്ടത്താപ്പിനെ ആ മേഖലയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാരും പാവപ്പെട്ട കർഷകരും തിരിച്ചറിയണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇപ്പോൾ ഈ ബില്ലുകൾ വന്ന ഘട്ടത്തിൽ പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്നലെ ഒരു പ്രമുഖ പത്രം നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വനം വകുപ്പ് നഷ്ടപരിഹാരത്തിന് വേണ്ടി ധനകാര്യമന്ത്രി നീക്കിവെച്ചത് 72 കോടി എന്ന് പറഞ്ഞെങ്കിലും ഫലത്തിൽ 1.72 കോടി രൂപ മാത്രമാണ് നൽകിയത്, ചെലവഴിച്ചത് എന്നൊരു വാർത്ത വരികയുണ്ടായി. സർ, ഇത്രയേറെ തെറ്റിദ്ധാരണാജനകമായ ഒരു വാർത്ത എന്തിനാണ് അവർ കൊടുത്തതെന്നറിയില്ല. സർ, അലോട്ട്മെൻറ്റ് 52-72 തന്നെയാണ്. അത് കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സംഖ്യ വന്യജീവി ആക്രമണത്തിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചത്. അതിൽ 75% സംഖ്യ ഇതിനകം ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിൽ രേഖകൾ ഹാജരാക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അത് നിയമസഭയിൽ പലവട്ടം ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വീണ്ടും ആ പ്രചരണം നടത്തി ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വീണ്ടും തെറ്റിദ്ധാരണ പരത്താൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ വാച്ചർ ഇഷ്യൂ. അത് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇത് ഇവിടെ പല മെമ്പർമാരും ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പുതുജീവൻ നൽകുന്ന ആശ്വാസമാണ് ഉണ്ടാവുക. അതിനുവേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുന്നതിനും ആവശ്യമായ ഒറ്റക്കെട്ടായ പ്രവർത്തനം നമുക്കുണ്ടാകണമെന്ന് ഇവിടെ പ്രതിപക്ഷമില്ലെങ്കിലും ഈ സഭയിലൂടെ അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് പാസ്സാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ P.T. റഹീം, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം തേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ V.K. പ്രശാന്ത്, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ മാത്യു തോമസ്, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പൊതുജന അഭിപ്രായം നേരിടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ ലിൻഡോ ജോസഫ്, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത പക്ഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ എന്നിവ പരിഗണനയ്ക്ക് എടുക്കണമെന്ന് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 1. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള വന ഭേദഗതി ബിൽ, 2ാം വകുപ്പ്
ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 312 ബഹുമാനായ വനം വന്യജീവി മന്ത്രി, 125 ശ്രീ CC മുകുന്ദൻ, 129 ശ്രീ P ബാലചന്ദ്രൻ, 132 ശ്രീമതി CK ആശ, 137 ശ്രീ TP രാമകൃഷ്ണൻ, 140 ശ്രീ P മമ്മിക്കുട്ടി, 141 ശ്രീ PV ശ്രീജൻ, 142 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, 141 ശ്രീ കെ ആൻസലൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ രണ്ടാം ഖണ്ഡത്തിൽ ഔദ്യോഗിക ഭേദഗതിയായി രണ്ടാം വകുപ്പിൽ പകരം ചേർക്കാൻ ഉദ്ദേശിക്കുന്ന C ഖണ്ഡത്തിൽ 312 വാച്ചർ എക്സെപ്റ്റ് ഫോർ ദി പർപ്പസ് ഓഫ് അറസ്റ്റ് എന്നീ വാക്കുകൾക്ക് പകരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ വാക്കുകൾ മുഴുവൻ മാറ്റി ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് ബ്രാക്കറ്റിൽ ഉൾപ്പെടെയുള്ള വാക്കുകൾ പകരമായി ചേർക്കണം എന്ന് ഭേദഗതി ഞാൻ മൂവ് ചെയ്യും. ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഭേദഗതി ഒഴികെയുള്ള മറ്റു ഭേദഗതികൾ സർ, അടുത്ത് സർ ഭേദഗതി നമ്പർ 154 ചാണ്ടി ഉമ്മനാണ് ഇവിടെ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ ഭേദഗതി ഔദ്യോഗികമായി മൂവ് ചെയ്യാൻ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിച്ച ഭേദഗതി ഒഴികെയുള്ള മറ്റ് ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ രണ്ടാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ് ഇനി താഴെ പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 157, 174, 195 ശ്രീ PS സുബാൽ, 161 ശ്രീ PV ജോയി, 177 ശ്രീ EK വിജയൻ, 185, 208 ശ്രീ GS ജയലാൽ, 198 ശ്രീ AC മൊയ്തീൻ, 202 ശ്രീ CC മുകുന്ദൻ, 209 ശ്രീ PT റഹീം, 211 ശ്രീ NK അക്ബർ. നോട്ട് ഇൻ ദ സീറ്റ് ഉണ്ടോ? ശ്രീ 213 ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ. നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഒന്നും സ്വീകരിക്കുന്നു. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 220 ശ്രീ P നന്ദകുമാർ, 227 ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നാലാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. അഞ്ചാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 231 ശ്രീ VK പ്രശാന്ത്. നോട്ട് ഇൻ ദ സീറ്റ്. 233 ശ്രീ TI മധുസൂദനൻ. നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ 235 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അഞ്ചാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 237 ശ്രീ KD പ്രസേനൻ, 239 ശ്രീ M രാജഗോപാലൻ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല സർ. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി ഏഴാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 242 ശ്രീ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ. 246 ശ്രീ KE ജനീഷ് കുമാർ. 250 ശ്രീ KV സുമേഷ്. 257, 276 ശ്രീ V ശശി. 261 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. 282 ശ്രീമതി CK ആശ. നോട്ട് ഇൻ ദ സീറ്റ്. 287 ശ്രീ ലിൻഡോ ജോസഫ്. 295 ശ്രീ M വിജിൻ. നോട്ട് ഇൻ ദ സീറ്റ്. 297 ശ്രീ G സ്റ്റീഫൻ. 300 ശ്രീ KK രാമേന്ദ്രൻ. നോട്ട് ഇൻ ദ സീറ്റ്. 303 ശ്രീമതി ദലീമ. 310 ശ്രീ MS അരുൺകുമാർ. നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഈ ഖണ്ഡത്തിൽ 241 നമ്പറായി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA നൽകിയ നോട്ട് അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭേദഗതിയായ O എന്ന സ്മോൾ ലെറ്ററിന് പകരം O എന്ന ക്യാപിറ്റൽ ലെറ്റർ വേണം എന്ന അദ്ദേഹത്തിൻ്റെ ഭേദഗതി ഔദ്യോഗികമായി മൂവ് ചെയ്യും. മന്ത്രി അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതി 241 സ്വീകരിച്ചു. മറ്റ് ഭേദഗതി തള്ളിയിരിക്കുന്നു. ഇനി ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. ഇനി ഒന്നാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. ഇനി ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന വനം വന്യജീവി മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ 2025 കേരള വന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്.
സർ, മൂന്നാം വായന എന്ന സ്പീക്കർ 2025 കേരള വന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2025 വന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള 2025 വന്യജീവി സംരക്ഷണ കേരള ഭേദഗതി ബിൽ 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 342 ബഹുമാനപ്പെട്ട വനം വന്യജീവി മന്ത്രി 148, 150, 155, 162, 167, 174, 194, 195, 219, 229, 231, 232, 234, 277, 282, 290, 307 ഡോക്ടർ എൻ ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 151, 163, 224, 266, 289, 303 ശ്രീ CC മുകുന്ദൻ. യെസ്. 156, 191, 241, 247, 255, 291 ശ്രീ GS ജയലാൽ നോട്ട് ഇൻ ദ സീറ്റ്. 160 ശ്രീമതി ശാന്തകുമാരി കെ. യെസ്. 170, 176, 198, 238, 252, 299 ശ്രീ PS സുബാൽ. യെസ്. 175, 256 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. യെസ്. 200 ശ്രീ PP സുമോദ്. യെസ്. 206 ശ്രീ ആന്റണി ജോൺ. യെസ്. 213 ഡോക്ടർ KT ജലീൽ നോട്ട് ഇൻ ദ സീറ്റ്. 220 ശ്രീ KU ജനീഷ് കുമാർ. യെസ്. 222 ശ്രീമതി KK ശൈല ടീച്ചർ. യെസ്. 239 CH കുഞ്ഞമ്പു. യെസ്. 259 ശ്രീ KK രാമേന്ദ്രൻ. യെസ്. 284 ശ്രീ PT റഹീം. യെസ്. 301 ശ്രീ പ്രേംകുമാർ. യെസ്. 309 ശ്രീ P മമ്മിക്കുട്ടി. യെസ്. 311 ശ്രീമതി U പ്രതിഭ. യെസ്. 313 ശ്രീ M മുകേഷ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, രണ്ടാം ഖണ്ഡത്തിൽ 342 നമ്പർ ഔദ്യോഗിക ഭേദഗതിയായി ഞാൻ മൂവ് ചെയ്യാണ്. അത് വകുപ്പ് 11(1)(a)യിൽ റെസിഡൻഷ്യൽ ഏരിയ എന്നതിന് ശേഷം ഓർ അഗ്രികൾച്ചർ ഏരിയ എന്ന വാക്കുകൾ കൂടി ചേർക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഔദ്യോഗികമായി അവതരിപ്പിച്ച ഭേദഗതി ഒഴികെ മറ്റെല്ലാം ഭേദഗതി തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 316 ശ്രീ MM മണി. യെസ്. 312 ശ്രീ PS സുബാൽ. യെസ്. 323 ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. യെസ്. 325 ശ്രീ ആന്റണി ജോൺ. യെസ്. 330 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. യെസ്. 330 ശ്രീ H സലാം നോട്ട് ഇൻ ദ സീറ്റ്. യെസ്. 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 332 ശ്രീ TI മധുസൂദനൻ. യെസ്. 340 ശ്രീ K ആൻസലൻ നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പും ബീഡികയും പേരും ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 107 ശ്രീ KP കുഞ്ഞമ്മദ് മാസ്റ്റർ. 113 സേവ്യർ ചിറ്റിലപ്പള്ളി. 119, 130 ഡോക്ടർ N ജയരാജ് നോട്ട് ഇൻ ദ സീറ്റ്. 130 ശ്രീ ലിൻഡോ ജോസഫ്. യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഭേദഗതികളൊന്നും സ്വീകരിക്കുന്നില്ല. ഇനി 1ാം വകുപ്പും ബീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കുമെന്ന എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1ാം വകുപ്പും ബീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന വനം വന്യജീവി മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 130 പറഞ്ഞില്ല. 130 ശ്രീ N ജയരാജ് അവതരിപ്പിച്ച ഭേദഗതി അദ്ദേഹം സീറ്റിലില്ലെങ്കിലും അത് ഔദ്യോഗിക ഭേദഗതിയായി അത് തത്വപ്രഖ്യാപന വാക്കിൽ 6th എന്നതിന് പകരം 6th എന്നാക്കി മാറ്റണം. അതിൻ്റെ സ്പെല്ലിങ്ങിലെ പ്രശ്നങ്ങളാണ്. മറ്റ് ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. മന്ത്രി ഔദ്യോഗികമായി അവതരിപ്പിച്ച ഭേദഗതി സ്വീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. ഇനി 1ാം വകുപ്പ് പീഡികയും പേരും ഭാഗമായിരിക്കുന്നു. 3ാം വായന വനം വന്യജീവി മന്ത്രി ശ്രീ KK ശശീന്ദ്രൻ 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഇനി ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്. ഇനി 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.